വരെ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ നമ്മളിന്ന് സൺഡേ ആയിട്ട് കണ്ടാണ്, ഫാമിലി ആയിട്ടാണ് നമ്മൾ കാണാൻ പോയത്. സിനിമയുടെ അഭിപ്രായം പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ കുറേ പേരുടെ റിവ്യൂ, നമ്മൾ സാധാരണ ഫസ്റ്റ് കാണാനാണ്, കാണാൻ പറ്റിയില്ല, ടിക്കറ്റ് ഇല്ല. ഇന്നലെ നമ്മൾ രാവിലെ 5 മണിക്ക് എണിച്ച് ബുക്ക് ചെയ്തപ്പോഴാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ 2.25 മണിക്കൂർ 3 മണിക്കൂർ താഴെ ഉണ്ടെന്ന് തോന്നും. പൊളി പറഞ്ഞാൽ പൊളി, ഒരു രക്ഷയില്ലാത്തൊരു സിനിമ. ആളുകൾ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ പഴയ അഭിനയം കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാം കൂടി മിക്സ് ചെയ്ത്, മറ്റേ പറഞ്ഞ പോലെ ഒരു ദൃശ്യം, ഒരു പുലിമുരുകൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ അതുപോലുള്ള എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സെറ്റ് പടം. പ്രത്യേകിച്ച് പറയാൻ അതിൽ വില്ലന്മാർ, നമ്മുടെ കുതിരവട്ടം പപ്പുവിൻ്റെ മോനുണ്ട് വിനു പപ്പു, പൊള്ളിച്ചടുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പുതിയ നടനാണ്, പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാളുടെ അഭിനയം കിട്ടു. എന്തിനു പറയണേ, പടം കണ്ടതും അതിൻ്റെ ആ ഫസ്റ്റ് പെർഫോമൻസ് ഡാമേജ് പറയണേ, അയ്യോ പാവട്ടെ അയാളിനെ പോലുള്ള ഒരാൾ വേണമല്ലേ പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് പുള്ളിക്കാരൻ ഗംഭീരമായ വില്ലനാണേ. അയാളുടെ അത്രയും എങ്ങനെ പറയാം, നൈസായിട്ട് ഇങ്ങനെ കത്തി കയറും പോലുള്ളൊരു അടാറ് വില്ലൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അടിപൊളി. അതുപോലെ മോഹൻലാലിൻ്റെ പെർഫോമൻസ് പൊളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബെൽജിയം മെല്ലോയ്സ് ഉണ്ട് കേട്ടോ മോഹൻലാലിൻ്റെ കൂടെയുള്ള, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ബെൻസ് കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെൻസ് കാറിൽ അംബാസഡർ കാറിനോടുള്ള ഒരു ഭ്രമമൂത്ത് കഥ നമ്മൾ പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നൈസായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളൊരു കഥ എഴുതി വെച്ച പോലെയാണ്. ഇങ്ങനെ കയറി വന്നിങ്ങനെ കത്തി പടരുന്ന പോലൊരു സെറ്റാണ്. ഒന്നും പറയാനേ ഇല്ല. എല്ലാവരും ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് പടം കണ്ടോളും. നമ്മളിനി കണ്ടോളെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ കാണുന്നുള്ളത് ഉറപ്പാണ്. അത്രയും പൊളിച്ചടിക്കിയ പടമാണ്. ദൃശ്യം അതിനും വെച്ച് കട്ടയ്ക്ക് നിൽക്കുന്ന സിനിമയാണ്. അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കണ്ടോ. അപ്പോൾ ഓക്കെ, ബൈ.